നമസ്തേ. അധർമ്മം, അനീതി, ദുഷ്കർമ്മം ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സൽക്കർമ്മത്തിൽ നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതായിട്ടുള്ള വ്യക്തികൾ, അതൊരു സ്പെഷ്യൽ കോള് തന്നെയാണ്. വളരെ അപൂർവം വ്യക്തികളാണ് അങ്ങനെയുള്ളത് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസാക്ഷിക്ക് അനുസൃതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. ഭൂരിഭാഗം സമയങ്ങളിൽ നമ്മളതിനെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എത്ര നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില പാളിച്ചകളും ഉണ്ടാവും. പക്ഷെ ആത്യന്തികമായിട്ട് ഇങ്ങനെ സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ധർമ്മത്തിലേക്ക്, സൽക്കർമ്മത്തിലേക്ക് ഒരു കോൾ ഉണ്ട് എന്നത് തന്നെയാണ്. ആത്മീയതയിലേക്ക് ഒരു കോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആത്മാവിൻ്റെ വിളി അയാൾ കേട്ടതുകൊണ്ടാണ് എപ്പോഴും നല്ല അവസ്ഥയിലേക്ക് സ്വയവും മറ്റുള്ളവരും എത്തിച്ചേരണമെന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടർച്ചകൾ വരുന്ന സമയത്ത് പ്രപഞ്ചം എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അനീതിക്കെതിരെ നിൽക്കുന്നവരെ പ്രപഞ്ചം എങ്ങനെ സംരക്ഷിക്കുന്നു? ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ആളുകളെ ശരിയായ സമയത്ത് അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രൊട്ടക്ടറുടെ അല്ലെങ്കിൽ ഒരു സംരക്ഷകന്റെയോ സംരക്ഷകയുടെയോ രൂപത്തിലായിരിക്കും അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് വിചാരിക്കാത്തൊരു വ്യക്തിയായിരിക്കും അവരുടെ മുന്നിലേക്ക് എത്തിപ്പെട്ട് ഇവർക്ക് വലിയ സഹായങ്ങളും സംരക്ഷണങ്ങളും നൽകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രതിസന്ധിയിൽ, അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് സംരക്ഷകനായിട്ട് വന്ന വ്യക്തി, ഞാൻ ഇങ്ങനെ ഈ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ ആരെന്നെ സഹായിക്കുമെന്ന് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വേളയിൽ എൻ്റെ ദേഹത്ത് വന്ന് തട്ടി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അതിന് മുൻപൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേഹത്ത് വന്ന് തട്ടിയപ്പം പ്രപഞ്ചം എൻ്റെ മുന്നിലേക്ക് ഈ വ്യക്തിയോട് നിന്റെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളൊരു സിഗ്നലാണ് തന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ആ വ്യക്തി എനിക്കൊരു പ്രൊട്ടക്ടറുടെ രൂപത്തിൽ തന്നെ ഇപ്പോഴും നിലകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സഹായം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രതീക്ഷിച്ച വഴികളിൽ കൂടെ ആയിരിക്കില്ല ലഭിക്കുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കും നമുക്കത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. ഈ അടുത്ത് ഒരു ചെറിയൊരു കുട്ടിയുടെ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കുട്ടിയുടെ അമ്മയും അവരുടെ പാർട്ട്ണറും ഒക്കെ ചെയ്തതായിട്ടുള്ള കാര്യം. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചതായിട്ടുള്ള വ്യക്തി തന്നെ ആ കുട്ടിയെ ഏത് അവസ്ഥയിലേക്കാണ് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും കണ്ണ് നനയിച്ചതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഏറ്റവും നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ഏറ്റവും ഉപദ്രവം ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വില കുറച്ച് കണ്ട ആളുകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിനൊരു സ്വഭാവമുണ്ട്, സത്യത്തിന് അതെപ്പോഴും സാക്ഷികളെ കണ്ടെത്തി അവിടെ നിർത്തുമെന്നുള്ളതാണ്. സത്യമറിയുന്നതായിട്ടുള്ള സാക്ഷികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യത്തിന്റെ പക്ഷത്തുകൂടി ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുന്നിലേക്ക് വെളിവാക്കി തരും പ്രപഞ്ചം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, ജീവിതത്തിന്റെ അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകും, നമ്മളുടെ വിജയം മാത്രം സ്വപ്നം കണ്ടവരാണ് എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളായിരിക്കും ചിലപ്പം നമ്മളുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ പല രീതിയിലുള്ള പ്രവൃത്തികളും ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് ഒരു ദിവസം പ്രപഞ്ചം നമ്മുടെ മുന്നിലേക്ക് വെളിവാക്കി തരുമെന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ പതറിപ്പോവാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് യഥാർത്ഥ സംരക്ഷകരായിട്ട് ചിലപ്പോൾ നമുക്ക് രക്തബന്ധം പോലും ഉള്ള ആൾക്കാരായിരിക്കില്ല. കർമ്മബന്ധം എന്ന് പറയുന്നത് രക്തബന്ധത്തിനേക്കാളും വലുതാണ് എന്നുള്ളതാണ്. കർമ്മത്തിലൂടെ നമ്മളെ സഹായിക്കാനായിട്ട് എത്തുന്ന വ്യക്തികളാണ് നമ്മുടെ മുൻജന്മത്തിലും നമ്മളുമായിട്ട് യഥാർത്ഥത്തിൽ കണക്ഷൻ ഉള്ളവർ. ഞാൻ പറയുന്നു, രക്തബന്ധത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കർമ്മവുമായിട്ടുള്ള ബന്ധം, സോൾ കണക്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ DNA ടെസ്റ്റ് പോരാ, നമ്മുടെ ആത്മാവിലേക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ തകർന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, രക്ഷപ്പെടില്ല എന്ന് തോന്നുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, അത്രയും അനിശ്ചിതത്വം നിറഞ്ഞതായിട്ടുള്ള സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എവിടുന്നോ ഒരു ശക്തി കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അവിടെ ആയിരിക്കാനായിട്ട്, അവിടെ കംഫർട്ട് കണ്ടെത്താനായിട്ട് ആ ഒരു ശക്തി തരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രപഞ്ചം നൽകുന്നതാണ്. നിങ്ങൾ സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ശക്തി പ്രപഞ്ചം നൽകിക്കൊണ്ടിരിക്കും. പൂർവ്വപിതാമഹന്മാരുടെ ആത്മാക്കളുടെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര നല്ല രീതിയിൽ സത്യത്തിൻ്റെ വഴിയിലൂടെ പോയാലും അല്പമെങ്കിലും തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. അങ്ങനെ അനീതിയിലൂടെ അല്ലെങ്കിൽ തെറ്റായ അർഹതപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ, ചിലപ്പോൾ അത് പണമായിരിക്കും, മറ്റെന്തെങ്കിലും അസറ്റായിരിക്കും, തീർച്ചയായിട്ടും അത് 10 മടങ്ങായിട്ട് തിരിച്ചു പോകും എന്നുള്ളതാണ്.
കാരണം ഇത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഒരു തവണ അർഹതപ്പെടാത്തൊരു സംഗതി കയ്യിൽ വന്നു, അത് കയ്യിൽ വെച്ച് ഉപയോഗിച്ചു, അതിനുശേഷം 10 മടങ്ങായിട്ട് തിരിച്ചു പോകുമ്പം സാമാന്യം ബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. കാരണം പ്രപഞ്ചം നല്ലൊരു പാഠം അവിടെ നൽകുകയാണ്. ഇത്തരത്തിലുള്ള തിരിച്ചടികളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന സമയത്ത് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അനീതിയിലൂടെ ലഭിച്ചതായിട്ടുള്ള നേട്ടങ്ങൾ നിലനിൽക്കാതെ പോകും എന്നുള്ളത്. സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ വേദന എന്ന് പറയുന്നത് പിന്നീട് ജ്ഞാനമായിട്ട് മാറുകയാണ്. അത് പിന്നീട് ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തതയായിട്ട് മാറുകയാണ്. മുറിവുകൾ പിന്നീട് വഴികളായിട്ട് പരിണമിക്കുകയാണ്. പ്രകാശം കടക്കാനുള്ള ജാലകമായിട്ട് ഈ മുറിവുകൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അടഞ്ഞ വാതിലുകൾക്ക് പകരം പുതിയ വാതിലുകൾ തുറന്നു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വഴി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വിധി മറ്റൊരു വഴി സൃഷ്ടിക്കും. കാരണം ഒരു സമയം കഴിയുമ്പോൾ സത്യം നിങ്ങളുടെ അഭിഭാഷകനായിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി വാദിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നത് ഒടുവിൽ വസ്തുതകൾ തന്നെ ആയിരിക്കും. പ്രപഞ്ചം എപ്പോഴും ഉടനെ രക്ഷിക്കണമെന്നില്ല, പക്ഷേ അവരെ തകർക്കാനും അനുവദിക്കുകയില്ല. കാരണം സത്യം ചിലപ്പോൾ മന്ദഗതിയിലാണ് നടക്കുന്നത്, പക്ഷേ അത് ഒരിക്കലും വഴിതെറ്റുകയില്ല. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്നുള്ളതാണ്. സത്യത്തിന്റെ പക്ഷത്തുകൂടി നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, നിങ്ങളുടെ അന്തർജ്ഞാനത്തിനെ കേൾക്കുന്ന സമയത്ത് ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.